നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകമാകെ കോവിഡ്-19 എന്ന മഹാമാരി ഇത്തരത്തിൽ കീഴടങ്ങി വാഴുമ്പോൾ ഒരുപക്ഷെ രോഗം ഒരാളിലേക്ക് ബാധിച്ചാൽ അത് ആരുടെയും കുറ്റം കൊണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ മാത്രം ചിലരുടെയെങ്കിലും അശ്രദ്ധ കൊണ്ട് ഇത്തരത്തിൽ രോഗം ബാധിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ കൃത്യമായ മുൻകരുതൽ എടുക്കാത്തതിന് അവരെ പഴിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ കേൾക്കുന്നത് പോലെ തന്നെ ഒരിക്കലും രോഗിയെയല്ല, മറിച്ച് രോഗത്തോടാണ് നമ്മൾ പോരാടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു രോഗിയെയും സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ പാടില്ല. എന്നാൽ രോഗം പടരാതിരിക്കുവാനുള്ള ചില സാമൂഹ്യ അകലച്ചകൾ കൃത്യമായി പാലിച്ചേ പറ്റൂ. കേരളത്തിലേക്ക് പ്രവാസികൾ വന്നപ്പോൾ മുതൽ നമ്മൾ പറയുന്നതാണ്, പ്രവാസികളാണ് കേരളത്തിലേക്ക് രോഗം ഇത്ര കണ്ട് വ്യാപിപ്പിക്കുവാൻ കാരണമായതെന്ന്. പക്ഷേ ഒരു കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, പ്രവാസികൾ നമ്മളുടെ സ്വന്തമാണ്, അവരുടെ നാടാണിത്. അതുകൊണ്ട് തന്നെ അവരെ നാട്ടിലേക്ക് കൊണ്ടുവരരുതെന്ന് പറയുവാൻ ആർക്കും അവകാശമില്ല എന്ന കാര്യം മറക്കരുത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും അത് തന്നെയാണ് പറയുന്നത്. കേരളം രോഗത്തെ നിയന്ത്രിച്ച വരുതിയിലാക്കിയതിനു ശേഷമാണ് പ്രവാസികളെ നാട്ടിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഇനിയും രോഗം ഒരുപക്ഷെ കേരളത്തിൽ ഉയർന്നുണ്ടാകാം. പക്ഷേ അത് കണ്ട് ആരും ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമൊന്നുമില്ല. കാരണം ഇത് കേരളമാണ്. നമ്മൾ കൃത്യമായി കോവിഡിനെ പിടിച്ചു കെട്ടേണ്ടടുത്ത് പിടിച്ചു കെട്ടി നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. രോഗം നാട്ടിലേക്ക് കടന്നു വന്നത് ആരുടെയെങ്കിലും കുറ്റമോ അല്ലെങ്കിൽ അലംഭാവമോ കൊണ്ടല്ലെന്നും പുതുതായി രോഗബാധ ഉണ്ടായത് പുറത്തുനിന്ന് വന്നവർക്കാണെന്ന് ഞാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ചില കേന്ദ്രങ്ങൾ തെറ്റായ വ്യാഖ്യാനം നടത്തി പ്രചരിപ്പിക്കാൻ ഇടയായെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വിദേശത്ത് നിന്ന് വന്നവരെല്ലാം രോഗവാഹകരോ മാറ്റി നിർത്തപ്പെടേണ്ടവരോ അല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി കഴിഞ്ഞു. ചിലർ നടത്തുന്ന കുപ്രചാരണങ്ങളിൽ ജനം ഒരു കാരണവശാലും വീണു പോകരുത്. പ്രവാസികളുടെ കൂടി നാടാണ് ഇത്. അതുകൊണ്ട് തന്നെ പ്രവാസികളുടെ മുമ്പിൽ ഒരു വാതിലും ഒരിക്കലും കൊട്ടിയടിക്കപ്പെടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൊറോണ യോഗ അവലോകനത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. നമ്മുടെ സഹോദരങ്ങൾക്ക് വരാൻ അവകാശമുള്ള മണ്ണിലേക്കാണ് വരുന്നത്. അവരെ സംരക്ഷിക്കണം. അതോടൊപ്പം തന്നെ ഇവിടെയുള്ളവർ സുരക്ഷിതരാവുകയും വേണം. സംസ്ഥാന അതിർത്തിയിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ വന്നാൽ റെഡ് സോണിൽ നിന്ന് വരുന്നവർ എല്ലാവരുമായി അടുത്ത് ഇടപഴകി അപകടമുണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് വാളയാറിലടക്കം ശക്തമായ നിലപാടുകൾ കേരളം സ്വീകരിച്ചത്. ഇനി അതിന് മറ്റൊരർത്ഥം കൽപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നും അങ്ങനെ വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. വരുന്നവരിൽ ഭൂരിഭാഗം പേരും രോഗബാധ ഇല്ലാത്തവരാണ്. എന്നാൽ ചിലർ രോഗം കൊണ്ടാണ് നാട്ടിലേക്ക് വരുന്നത്. അത് കൃത്യമായി തെളിഞ്ഞിട്ടുമുണ്ട്. വരുമ്പോൾ തന്നെ രോഗവാഹകരെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയില്ല. കൂട്ടത്തിൽ രോഗവാഹകർ ഉണ്ടാകാം. അത്തരമൊരു ഘട്ടത്തിൽ കൂടുതൽ കർക്കശ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് വഴിയുള്ള കാര്യം. ഇത്തരത്തിൽ വരുന്നവരുടെ രക്ഷയ്ക്കും ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും അത് അത്യാവശ്യമാണ് താനും. മുമ്പ് തന്നെ മുംബൈയിൽ നിന്ന് റാന്നിയിലെത്തിയ കുടുംബത്തിന്റെ ദുരനുഭവം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയുണ്ടായി. പെരിനാട് പഞ്ചായത്തിലെത്തിയ 6-അംഗ സംഘത്തിന് എങ്ങോട്ടും പോകാൻ കഴിയാതെ തെരുവിൽ നിൽക്കേണ്ടി വന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. ക്വാറന്റൈനിന് വേണ്ടി അവർ തയ്യാറാക്കി വീട്ടിൽ കയറുവാൻ അനുവദിക്കാതെ തടഞ്ഞെന്നും പരാതി ഉയർന്നിരുന്നു. മുംബൈയിൽ നിന്ന് പ്രത്യേക വാഹനത്തിലെത്തിയ സംഘം റോഡിൽ വാഹനം നിർത്തിയിട്ടത് വലിയ പരിഭ്രാന്തിയാണ് പരത്തിയതെന്നും വാർത്ത വന്നിരുന്നു. ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ വെച്ച് പ്രവാസികളെ നാം യാതൊരു വിധത്തിലും പരിഗണിക്കുന്നില്ല എന്ന ദുഷ്പ്രചരണവുമായി ചിലർ ഇറങ്ങിയിട്ടുണ്ട്. പ്രവാസികളുടെ കൂടി നാടാണിതെന്ന കാര്യം ഒരിക്കലും മറക്കരുത്. അവർക്ക് മുന്നിൽ ഒരിക്കലും ഒരു വാതിലും കൊട്ടിയടക്കപ്പെടില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ അന്യനാടുകളിൽ ചെന്ന് കഷ്ടപ്പെടുന്ന അവർക്ക് ഏത് ഘട്ടത്തിലും കേരളത്തിലേക്ക് കടന്നു വരുവാൻ യാതൊരു കാരണവശാലും ഭയക്കേണ്ടതില്ല. നാടിന്റെ സുരക്ഷിതത്വം അവർ അനുഭവിക്കേണ്ടത് തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിപ്പോയവരെയും വിദേശത്ത് കുടുങ്ങിയവരെയും തിരികെ എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും സർക്കാരിന്റെ കൃത്യമായ പിന്തുണ ഉണ്ട്. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് സംസ്ഥാനത്തിന് പുറത്തുള്ളത്. അവർക്കെല്ലാം ഒരു ദിവസം വരാനാകില്ല. പ്രത്യേക ക്രമീകരണങ്ങൾ വേണ്ടിവരും. വിവിധ മലയാളി സംഘടനകൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇടപെടുന്നുണ്ട്. എന്നാൽ എല്ലാ ഇടപാടുകളെയും അപ്രസക്തമാക്കുന്ന പരിമിതികളാണ് ഉള്ളത്. അതിനെല്ലാം മറികടക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ നാം. ഇതിനിടയിൽ വിദ്വേഷവും തെറ്റിദ്ധാരണയും ജനിപ്പിക്കുന്ന പ്രചരണങ്ങളിൽ മുഴുകാതിരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.